കടലുണ്ടി വലിയ ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ അപ്പുറത്തുള്ള സിഗ്നലാണ്. ഡ്രൈവർ ആ സിഗ്നൽ കാണുമ്പോൾ എൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച് അത് ഗ്രീൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രസ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഇത് വന്ന് നിന്ന് കഴിഞ്ഞാലേ ആ സിഗ്നൽ കൊടുക്കാൻ പറ്റും. ഫറൂഖ് സ്റ്റേഷനിൽ ഈ വണ്ടി വിട്ട സമയം എനിക്ക് തന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ആ വണ്ടി ചെയിൻ പുള്ളി ഇത് നിർത്തി. അതിലൊരു സ്ത്രീ ലാസ്റ്റ് മിനിറ്റ് വന്ന് ഓടിക്കയറി. അവർ ഇതിൽ പിടിച്ച് കയറുമ്പോൾ സ്ലിപ്പ് ചെയ്തു. ലാസ്റ്റ് മിനിറ്റ് കയറിയിട്ട് പ്ലാറ്റ്ഫോമിൽ വീണു. ഈ ഒറ്റ കാരണം കൊണ്ട് 9-10 വണ്ടികൾ 25 മിനിറ്റിൽ നിന്ന് തുടങ്ങി 45-50 മിനിറ്റ് വരെ ലേറ്റായി. കൺട്രോളറുടെ ജോലി ഇങ്ങനെയാണ്. ഈ അരമണിക്കൂർ മുമ്പേ നമ്മൾ വന്നിട്ട് അപ്പം ഡ്യൂട്ടി ചെയ്യണ ആളുടെ ഒപ്പം നിൽക്കുകയാണ്. അപ്പം നമ്മുടെ മുമ്പിലൊരു 3-4 ഫോൺ, ഇതൊരു മൈക്ക് വേറെ, സ്പീക്കർ വേറെ, ഈ ഒരു ചാർട്ട്, കയ്യിലൊരു 5-6 നിറത്തിലുള്ള പേന, പെൻസില്, സെറ്റ് സ്ക്വയർ, റബ്ബർ. എല്ലാ മഴക്കാലത്തും ആദ്യത്തെ മഴ തുടങ്ങണത്, മരം വീഴുന്നത്, മണ്ണ് ഇടിയുന്നത് ഒക്കെ സ്ഥിരമായിട്ടുള്ളത്. അതൊക്കെ ഈ കൺട്രോളറുടെ ടെൻഷൻ കൂട്ടുന്നത്. ഇടി വെട്ടിയാൽ സിഗ്നൽ ഫെയിലാവും. ഇപ്പോൾ റെയിൽവേയുടെ നിയമം എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടേ പോകാൻ പാടുള്ളൂ. ആ കാലത്ത് ഞാൻ തുടക്കകാലത്തല്ല, കുറേ കൂടെ കഴിഞ്ഞ് ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഈ മോർണിംഗ് നമ്മുടെ കണ്ണൂരിൽ നിന്ന് വരുന്നൊരു എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കാലിക്കറ്റിൽ 6:45 അത് ഫറൂഖിൽ 7 മണി ആ സമയത്ത് വരും. ഈ വണ്ടി വരുന്നുണ്ട്. ഒരു ഗുഡ്സ് ട്രെയിൻ, ഫുഡ് ഗ്രെയിൻസ്, അരി കൊണ്ടുപോകുന്ന ടോപ്പ് പ്രയോറിറ്റി പോകുന്നത്. അത് വളരെ അത്യാവശ്യമായിട്ട് വെസ്റ്റിലാണ് FCIയുടെ അരി കൊണ്ടുപോകുന്നത്. മോർണിംഗ് 8 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം. എന്താണെന്ന് വെച്ചാൽ വലിയ ഷോർട്ടേജ് വന്നിട്ട് ഇത് ചെന്ന് ഇറക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഈ സിവിൽ സപ്ലൈസിൻ്റെ ആളുകൾ, FCIക്കാരൊക്കെ റെയിൽവേയിൽ ഒരുപാട് പ്രഷർ ചെയ്യും ഈ വണ്ടി എങ്ങനെയും എത്തിക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങൾക്ക് നമ്മുടെ മുകളിലുള്ള ആളുകൾക്കായിരിക്കും അത് വരുന്നത്. ഇപ്പോൾ കാലത്ത് 6 മണിക്ക് ഞാൻ ഡ്യൂട്ടിയിൽ ചേർന്ന സമയത്ത് തന്നെ പണ്ട് ഒരു വെസ്റ്റിലേക്കുള്ള ഫുഡ് ഗ്രെയിൻസ് 3500 ടൺ അരി 2 എൻജിൻ പാലക്കാട് വിടുന്നുണ്ട്. ഷൊർണൂർ കടന്ന് വരികയാണ് ഈ 6 മണിയാകുമ്പോൾ. ഇത് എവിടെയും നിൽക്കാതെ നമുക്ക് ഇവിടെ വെസ്റ്റിലെത്താം. അത് വലിയ വണ്ടിയാണ്, ചെറിയ സ്റ്റേഷനിലൊന്നും അത് പിടിച്ച് നിർത്താനും പറ്റില്ല. ഇത് പോകണം. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടെല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് പറഞ്ഞാൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വണ്ടി. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ അന്ന് ചെയ്യുന്ന പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, കടലുണ്ടി സ്റ്റേഷനിൽ ഈ എക്സ്പ്രസ് ട്രെയിൻ ആദ്യം വന്ന് നിന്ന് ഗുഡ്സ് ട്രെയിൻ ത്രൂ പോയിട്ട് ഈ എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്തു പോകും. സാധാരണ ഒരു എക്സ്പ്രസ് നിർത്തിയിട്ട് അതിലേക്ക് ഒരു ഗുഡ്സ് ട്രെയിൻ കയറ്റി വിടില്ല. സാധാരണ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ട് എക്സ്പ്രസ് കയറ്റി വിടുകയും ചെയ്യും. ഇത് നമ്മൾ വളരെ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ആ ഗുഡ്സിൻ്റെ ഒരു പ്രയോറിറ്റി വെച്ച് അത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മൂവ് ചെയ്യാൻ പറ്റില്ല. നിർത്തിയാൽ ഇതിനപ്പുറത്തേക്ക് പരപ്പനങ്ങാടി നിർത്തി എന്ന് വെച്ചാൽ ഈ എക്സ്പ്രസ് പരപ്പനങ്ങാടി വരുമ്പോഴേക്കും പരപ്പനങ്ങാടിയിലേക്ക് ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ പിന്നിൽ വരുന്ന മെയിൽ വരും. അപ്പോൾ പിന്നെ ഇത് നിർത്താൻ പറ്റില്ല അവിടെ. എന്താണെന്ന് വെച്ചാൽ അവിടെ 2 ട്രെയിനെ ക്രോസ് ചെയ്യാൻ പറ്റും. ഈ എക്സ്പ്രസ്സും മെയിലും ക്രോസ് ചെയ്യേണ്ട സ്ഥലമാണ് വരുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ ഗുഡ്സ് ട്രെയിൻ അവിടെ നിർത്തിയാൽ മെയിൽ ഗുഡ്സ് ട്രെയിനെ ഓവർടേക്ക് ചെയ്ത് പോകും. ഗുഡ്സ് ട്രെയിൻ നിർത്താം അവിടെ. 3 ലൈനുണ്ട്. ഒരു ലൈനിൽ അത് നിർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ മെയിൽ മുമ്പിൽ പോകും. മെയിലിൻ്റെ പുറകിലൊരു പാസഞ്ചർ വരുന്നുണ്ട്, പിന്നെ അത് പോകും. പിന്നെ ഒരു തരത്തിലും കടത്തിവിടാൻ പറ്റില്ല. അത് ബസ്സിൽ ചെല്ലുമ്പോൾ ഒരു 11 മണിയെങ്കിലും ആവും.
അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് പരപ്പനങ്ങാടി ഗുഡ്സിനെ നിർത്താതെ ത്രൂ അയച്ച് കടലുണ്ടിയിൽ എക്സ്പ്രസ് വാങ്ങി നിർത്തി ഗുഡ്സ് ത്രൂ അടിക്കുക. അപ്പം ഈ സ്റ്റേഷൻസ് നമ്മളോട് പെർമിഷൻ ചോദിക്കില്ല. ഇപ്പോൾ പരപ്പനങ്ങാടിക്ക് ചോദിക്കുമ്പോൾ വെസ്റ്റൽ ഗുഡ്സ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് റൺ ത്രൂ എന്ന്. ഇപ്പോൾ റൺ ത്രൂ ഒരു ഇൻസ്ട്രക്ഷനാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാതെ ത്രൂ. അപ്പോൾ അത് കൊടുത്താൽ അവർ നേരെ ഗ്രീൻ 4 സിഗ്നലാണ് സ്റ്റേഷൻ. ഇപ്പോൾ ആദ്യം വരുന്ന ഡിസ്റ്റൻറ്റ് സിഗ്നൽ, ഹോം സിഗ്നൽ, സ്റ്റാർട്ടർ, അഡ്വാൻസ് സ്റ്റാർട്ടർ, 4 പച്ച വരും. അപ്പോൾ ഫുള്ളി വരണം അതേ സ്പീഡിൽ പോവും. അപ്പോൾ അതുപോലെ ഇത് പോവാണ്. അപ്പം പരപ്പനങ്ങാടിയിൽ നിന്ന് ആ സ്റ്റേഷൻ മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, മെയിലില്ലേ പിറകിൽ, ഇത് വിടണമെന്നുള്ളത്. അല്ല, ഇത് പോട്ടെ ഇതാണ്. അപ്പോൾ ഇത് പോയാൽ മെയിൽ വന്ന് നിൽക്കും, ഒരു 5-8 മിനിറ്റ് നിൽക്കും. ഇത് അവിടെ പോയിട്ട് അവിടെ നിന്ന് ആ എക്സ്പ്രസ് വന്നിട്ടേ മെയിൽ പോകും. അപ്പോൾ മെയിൽ ഫലത്തിൽ ഒരു 10 മിനിറ്റ് ലേറ്റ് ആവും, എക്സ്പ്രസ് 10 മിനിറ്റ് ലേറ്റ് ആവും. പക്ഷേ ഈ ഗുഡ്സ് പിന്നെ അങ്ങനെ അവിടെ വെസ്റ്റിൽ വരെ എത്തും. ഇത് 10 മിനിറ്റ് ലേറ്റ് ആയാലും അത് കവർ ചെയ്യും. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുകയാണ്. എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഫറൂഖ് സ്റ്റേഷനിൽ ഈ ഗുഡ്സ് ട്രെയിൻ അവിടുന്ന് വിട്ടതായിട്ട് സമയം എത്രയാണ്, 58, 59, 7 മണി, അങ്ങനെ 7 മണിക്ക് അത് വിട്ടു. ഇപ്പോൾ 7 മണിക്ക് അവിടെ വിട്ടാൽ ആ കടലുണ്ടി വളരെ അടുത്ത സ്റ്റേഷൻ, 5 മിനിറ്റ് കൊണ്ട് വരും. 6-ാമത്തെ മിനിറ്റിൽ വന്നു. ഇപ്പോൾ 7:06 ഇവിടെ വരും. 7 മണിക്ക് ഈ ഗുഡ്സ് ട്രെയിൻ പരപ്പനങ്ങാടി വിടുള്ളൂ. അത് 10 മിനിറ്റ് എടുക്കും കൂടെ വരുന്നു. അപ്പോൾ അത് വരുന്ന സമയത്ത് കടലുണ്ടി വലിയ ബ്രിഡ്ജാണ്, ബ്രിഡ്ജിൻ്റെ അപ്പുറത്തുള്ള സിഗ്നലാണ് ഫസ്റ്റ്. ആ സിഗ്നൽ കാണുന്ന ഈ ഗുഡ്സ് ട്രെയിൻ ആ ഡ്രൈവർ ആ സിഗ്നൽ കാണുമ്പോൾ എൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച് അത് ഗ്രീൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രസ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഇത് വന്ന് നിന്ന് കഴിഞ്ഞാലേ ആ സിഗ്നൽ കൊടുക്കാൻ പറ്റും. ഈ ഫറൂഖ് എന്നുള്ള എക്സ്പ്രസ് കടലുണ്ടി സ്റ്റേഷനിൽ വന്ന് നിൽക്കണം. പൂർണ്ണമായിട്ട് നിന്നാലേ മറ്റേ വണ്ടിക്ക് ത്രൂ സിഗ്നൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ ക്രിട്ടിക്കൽ പ്ലാനിങ് ആണ്. അപ്പോൾ ആ വണ്ടി അവിടുന്ന് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടക്കുന്നുണ്ട്. അത് 7 മണിക്ക് പരപ്പനങ്ങാടി വിട്ടു, ഇത് 7 മണിക്ക് ഫറൂഖ് ഒന്ന് വിട്ടു. അപ്പോൾ 6 മിനിറ്റിൽ 5 മിനിറ്റ് മതി, 6 മിനിറ്റിൽ വന്ന് നിൽക്കും. മറ്റേ വണ്ടി ത്രൂ പോവും. ഇത് സ്റ്റാർട്ട് ചെയ്ത് പോയാലും വലിയ ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല. ആകെ 2 വണ്ടി 10 മിനിറ്റേ നിൽക്കുള്ളൂ. അത് ഫർദർ റണ്ണിങ്ങിൽ ശരിയാവും. ഈ ഫറൂഖ് സ്റ്റേഷനിൽ ഈ വണ്ടി വിട്ട സമയം എനിക്ക് തന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ആ വണ്ടി ചെയിൻ പുള്ളി ഇത് നിർത്തി. അതിലൊരു സ്ത്രീ ലാസ്റ്റ് മിനിറ്റ് വന്ന് ഓടിക്കയറി. അവർ ഇതിൽ പിടിച്ച് കയറുമ്പോൾ സ്ലിപ്പ് ചെയ്തു. ലാസ്റ്റ് മിനിറ്റ് കയറിയിട്ട് പ്ലാറ്റ്ഫോമിൽ വീണു. ഭാഗ്യത്തിന് അവർ ഉള്ളിൽ പോയില്ല, ട്രെയിനകത്ത് പോയില്ല. ഇവർ വീണ് അത് കണ്ട് ഗാർഡ് ഡേഞ്ചർ സിഗ്നൽ കാണിച്ചു, വണ്ടി നിർത്തി. സ്റ്റേഷൻ മാസ്റ്റർ ഓടിച്ചു തന്നു. അപ്പോൾ ഇവരെ പിടിച്ച് കയറ്റി. അപ്പോൾ ഇവർക്ക് വലിയ അപകടമൊന്നും പറ്റിയില്ല. പക്ഷേ ഇവർ ഒന്ന് സ്ലിപ്പ് ചെയ്ത് വീണു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഭാഗ്യത്തിന് കൈ കാലൊന്നും മുറിഞ്ഞില്ല, ഉള്ളിൽ പോയില്ല. ഇവരെ അകത്തേക്ക് കയറ്റി വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് സ്റ്റേഷൻ മാസ്റ്റർ ഓടി അകത്ത് വന്നിട്ട് വേണ്ടേ നമ്മളെ വിളിക്കാൻ. പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരിച്ച് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന് വണ്ടിയിൽ ഒരു ചെയിൻ പുള്ളിങ് ഉണ്ടായിരുന്നു, ലേഡീസ് കോച്ച് എന്നൊരു സ്ത്രീ ഒന്ന് സ്ലിപ്പ് ചെയ്ത് വീണു, വീണ്ടും അകത്ത് കയറ്റി, വലിയ കുഴപ്പമൊന്നുമില്ല, കയറ്റി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 7-നെ പോയിട്ടുള്ളൂ. 7 മണിക്ക് പോകേണ്ടത് ഇവിടുന്ന് വിട്ടപ്പോൾ തന്നെ 7 6 മിനിറ്റ് 7 മിനിറ്റ് ഡിലേ. ഒരു 7 മിനിറ്റല്ലേ ഡിലേ ആയുള്ളൂ. സാധാരണ നിലയ്ക്ക് അത് വലുതായി തോന്നണം. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കടലുണ്ടി സ്റ്റേഷനിൽ ആ വരുന്ന ഗുഡ്സ് ട്രെയിൻ അവിടെ റിസീവ് ചെയ്യാൻ പറ്റില്ല. വളരെ ലെങ്തി ട്രെയിനാണ്. അത് പാലത്തിൻ്റെ അപ്പുറത്ത് വന്ന് നിന്നു. അതിന് സിഗ്നൽ കൊടുക്കാൻ പറ്റില്ല. അതിന് സിഗ്നൽ കൊടുത്താൽ വന്ന് നിൽക്കില്ലേ.
അത് വന്ന് നിന്നാൽ ഇത് വരാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കം ഇദ്ദേഹത്തിനോട് കറക്റ്റായിട്ട് പറഞ്ഞ് എക്സ്പ്രസ് ആദ്യം വരണം, മറ്റേത് വലിയ വണ്ടിയാണ്, നിങ്ങൾ എക്സ്പ്രസ് ട്രെയിൻ ആദ്യം വാങ്ങി നിർത്തിയിട്ട് വേണം മറ്റേ വണ്ടി ത്രൂ ചെയ്യാൻ, എന്നിട്ടിത് സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ്. അപ്പോൾ അയാൾ ഇടയ്ക്ക് എന്നോട് വിളിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്. ഇനിയിപ്പം വേറെ ഒന്നും ചെയ്യാനില്ല, ഇനി ഇത് തന്നെ വരണം ആദ്യം. മറ്റേത് അവിടെ പറ്റാത്ത വണ്ടി നിർത്താൻ പറ്റില്ലല്ലോ, അത് അടുത്ത സിഗ്നലിലേക്ക് വന്നിപ്പോൾ നിൽക്കുന്നു. അപ്പോൾ അതിന് റെഡ് സിഗ്നലല്ലേ, അത് ഈ കടലിൻ്റെ പാലത്തിനപ്പുറത്ത് വന്ന് നിന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടികൾ നിന്നാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ സമയം ഒരുപാടുണ്ട്. ഒന്നാമത് വളരെ ഹെവി ട്രെയിനല്ലേ, ഈ എക്സ്പ്രസ്സുകൾക്ക് അത്രയും ടണ്ണേജ് ഇല്ല. മറ്റത് ഇത്രയും 1500 ടൺ അരിയാണ് ഒന്നവിടെ നിന്നു. ഇത് പതുക്കെ ഇവിടുന്ന് ആദ്യം വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോകണല്ലേ ഉള്ളൂ. ഇത് സ്റ്റാർട്ട് ചെയ്തു, ചെയിൻ പുള്ളി ചെയ്തു, നിർത്തി, വീണ്ടും സ്റ്റാർട്ട് പതുക്കെ പോയി. അത് കടലുണ്ടിയിൽ ഒന്ന് പോയി നിൽക്കുമ്പോഴേക്കും വീണ്ടും 7:15. അത് കഴിഞ്ഞ് പിന്നെയാണ് മറ്റേ വണ്ടിക്ക് സിഗ്നൽ കൊടുക്കുക. അത് ഈ പാലത്തിനപ്പുറത്തുനിന്ന് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്ത് വരണമെങ്കിൽ 10 മിനിറ്റ് എടുക്കും പാലം കടന്ന് കയറി സ്പീഡ് പിക്കപ്പ് ചെയ്ത് പാസ് ചെയ്ത് പോയപ്പോഴേക്കും 25ആയി. അവിടുന്ന് പിന്നെ അത് വിടുമ്പോഴേക്കും 27. അതിന് പിന്നിലും ഈ മാംഗ്ലൂർ മയിലിൻ്റെ പിന്നിലും 2 സൈഡിൽ നിന്നും വേറെ കുറേ വണ്ടികൾ അന്നുണ്ട്. ഈ ഒറ്റ കാരണം കൊണ്ട് 9-10 വണ്ടികൾ 25 മിനിറ്റിൽ നിന്ന് തുടങ്ങി 45-50 മിനിറ്റ് വരെ ലേറ്റായി. ഏറ്റവും പുറകിലുള്ള വണ്ടിയൊക്കെ 50 മിനിറ്റാണ് ലേറ്റ്. സിംഗിൾ ലൈനാണല്ലോ, ഇത് ഒരെണ്ണം വിട്ടാലേ മറ്റേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ വരാതെ നിന്ന് ലേറ്റ് കൂടിക്കൊണ്ടേയിരുന്നു. ഇത് ഈ വണ്ടികളിലിരിക്കുന്ന ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ധരിക്കുക എന്താണെന്ന് വെച്ചാൽ കൺട്രോളർ, ഒരു സെൻസില്ലാത്തൊരു കൺട്രോളർ ആരോ ഒരാളിരുന്ന് ബോധമില്ലാതെ ചെയ്യുന്ന പണികളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി ലേറ്റാവും, ഒരു കാര്യമില്ലാതെ. ഈ പറഞ്ഞ ഗുഡ്സ് അവിടെ എത്തി, അതെവിടെയും നിർത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നിൽക്കാതെ അത് പോയി അവിടെ എത്തി. മറ്റുള്ള വണ്ടികൾ, ഇവിടുന്ന് പോകുന്ന വണ്ടികളും ഇവിടുന്ന് വരുന്നു. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെറിയ സംഭവമായിരിക്കും മൊത്തം സിസ്റ്റത്തിനെ ബാധിക്കും. ഇപ്പോൾ എന്താ, ഒരു സ്ത്രീ കയറി അവരുടെ ഒന്ന് സ്ലിപ്പായി, ചെയിൻ പുൾ ചെയ്തു, അവർക്ക് വലിയ അപകടമൊന്നും പറ്റില്ല, അവരെ തിരിച്ച് കയറ്റി 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വണ്ടി പോയി കഴിഞ്ഞു. പക്ഷേ അപ്പം ഇതേപോലെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ വരാം. ഇത് വളരെ നിസ്സാരമായ കാര്യവും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഈ കൺട്രോളറുടെ ജോലി ഇങ്ങനെയാണ്. ഈ അരമണിക്കൂർ മുമ്പേ നമ്മൾ വന്നിട്ട് അപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്ന ആളുടെ ഒപ്പം നിൽക്കുകയാണ്. അപ്പോൾ 6 മണിക്ക് ഡ്യൂട്ടിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 4 മണിക്ക് എഴുന്നേറ്റ് 4:45 ഒക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 5 മണിയൊക്കെ കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തി ഉള്ള വണ്ടികളുടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഈ ചാർട്ടിൽ അതുമുണ്ട്. ഒരു സൈഡിൽ ഇതെല്ലാം എഴുതി വയ്ക്കും. എൻജിൻ നമ്പർ, എത്ര ബോഗി, എത്ര ടൺ, ഡ്രൈവറുടെ പേര്, അസിസ്റ്റൻറ്റ് ഡ്രൈവറുടെ പേര്, അവരുടെ ഡ്യൂട്ടി സമയം, ഇതൊക്കെ ഈ ചാർട്ടിലുണ്ടാവും. അപ്പോൾ ഒരു സെറ്റ് സ്ക്വയറും കൂടി ഉണ്ട് ഇതിൽ. ഈ പേനകൾക്ക് പുറമെ ഈ പറഞ്ഞ 4 നിറത്തിലുള്ള പേന, പെൻസില്, നീളത്തിൽ വലിയ റബ്ബർ. ആ റബ്ബറൊക്കെ മിക്കവാറും ഒരാഴ്ച നിൽക്കുള്ളൂ. റബ്ബർ മായ്ക്കലായിരിക്കും കൂടുതൽ. ഇപ്പോൾ ഈ വണ്ടിയുടെ സമയം ഇപ്പോൾ 7 മണി എന്ന് പറഞ്ഞത് നമ്മൾ വരച്ച് വെച്ചത് 7 എന്ന് പറഞ്ഞപ്പോൾ മാറ്റി വരയ്ക്കുകയാണ്. ഇത് മായ്ച്ചു. ഇത് ഒരെണ്ണം മായ്ക്കുമ്പോൾ എല്ലാം മായ്ക്കണം. ഇത് ക്രോസ് ചെയ്യുന്ന സ്ഥലമൊക്കെ മാറും. ഇതിങ്ങനെ അപ്പോൾ ഇതൊക്കെ കൂടിയുള്ള ഒരു അപ്പോൾ ഇതിൽ നമ്മൾ ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർത്തമാനം പറയുന്ന മൊത്തം ഇതായിരിക്കും. ട്രെയിൻ നമ്പർ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൻ, സ്റ്റാർട്ട്, റൺ ത്രൂ, ക്രോസിങ്, ഇങ്ങനത്തെ കുറേ വാക്കുകളാണ് സ്ഥിരം പറയുക.
ഇൻസ്ട്രക്ഷൻസ് ഏറ്റവും മിനിമം ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഓവറായിട്ട് വർത്തമാനം പറയരുത്, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. സ്റ്റേഷൻ മാഷൊക്കെ നമ്മൾ അയാളോട് ലോഗ്യം ചോദിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവാതെ ആയിപ്പോയോ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര സ്പെസിഫിക് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷനായി. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പം കുറ്റിപ്പുറം മാംഗ്ലൂർ മെയിൽ എന്ന് വെച്ചാൽ ക്രോസിങ്, അല്ലെങ്കിൽ മാംഗ്ലൂർ മെയിൽ റൺ ത്രൂ എന്ന് നമ്മൾ പറയുന്നത് അയാൾക്കൊരു കൺഫ്യൂഷൻ വേണം. പക്ഷേ ഈ ജോലി ചെയ്യുന്ന ആളുടെ ഭാഷ മൊത്തം അങ്ങനെയാവും. ഒരാൾ, ഞങ്ങൾ തമാശയായിട്ട് പറയും, വീട്ടിൽ ചെന്നിട്ട് മകൻ അച്ഛാന്ന് വിളിച്ചാൽ അച്ഛാന്ന് തിരിച്ചു ചോദിക്കും. ഇതന്നെയാണല്ലോ പറയുന്നത്. ഇപ്പോൾ താനൂർ എന്ന് പറഞ്ഞാൽ തിരിച്ച് താനൂർ എന്നാണ്, അല്ലെങ്കിൽ കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ കാലിക്കറ്റ് പറയുന്നു. അപ്പം ഇത് ഒരു ഓക്കുപ്പേഷണൽ പ്രോബ്ലമായിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഭാഷയിലേക്ക് മാറും. പിന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് നമ്മൾ ഇതേപോലെയൊക്കെ തന്നെ വലിയ കംഫർട്ടബിളായിട്ടുള്ള ചെയറും എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല. അതല്ല, 6 മണിക്കൂർ സമയം നമ്മളിരിക്കും. ഈ 6 മണിക്കൂർ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനിടയിൽ ഈ പാരലൽ ഫോണിന് പുറമെ വേറെ ഒരു 3-4 ഫോണുണ്ട്. അതാർക്കൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസർക്ക് നമ്മളെ വിളിക്കാൻ, നമുക്ക് മറ്റ് ചില സെക്ഷൻ്റെ ആളുകളെ വിളിക്കാൻ, ഇപ്പോൾ ഒരു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആളെ വിളിക്കണമെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ പറയുമല്ലോ വണ്ടി അവിടെ അജിറ്റേഷനായിട്ട് നിൽക്കുകയാണ്, സമരമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അറിയിക്കേണ്ട റെയിൽവേ പോലീസിനെയാണ്. അതും നമ്മൾ തന്നെ അറിയിക്കണ്ടേ, അതിന് വേറെ ഫോൺ. അപ്പോൾ അങ്ങനത്തെ കുറേ ഫോണുകൾ വേറെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിലൊരു 3-4 ഫോൺ, ഇതൊരു മൈക്ക് വേറെ, സ്പീക്കർ വേറെ, ഈ ഒരു ചാർട്ട്, കയ്യിലൊരു 5-6 നിറത്തിലുള്ള പേന, പെൻസില്, സെറ്റ് സ്ക്വയർ, റബ്ബർ. അപ്പോൾ ഇങ്ങനെയൊക്കെ. അതാദ്യം ഞാൻ ചെല്ലുന്നതിന് മുമ്പേ ഉള്ള സമയത്ത് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. ഈ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഈ സ്പീക്കറല്ലേ. അപ്പോൾ ഈ ഹെഡ്സെറ്റ് വെച്ച് ഇവർക്ക് പലർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ക്ലിയറായിട്ട് കാര്യങ്ങൾ കേൾക്കുന്നില്ല. ഇതിൽ പറയാത്ത ഈ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഫോൺ ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് ഫോൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഫോൺ ചെയ്യണം. അപ്പോൾ പിന്നെ ചിലർക്കൊക്കെ ഇപ്പോഴത്തെ പോലെയുള്ള അത്ര കംഫർട്ടബിളായിട്ടുള്ളൊരു ഹെഡ്സെറ്റും അല്ല. ഇപ്പോൾ നല്ല കംഫർട്ടബിളായിട്ടുള്ള ഹെഡ്സെറ്റില്ല, അതല്ല. ഇത് ഭയങ്കര വെയിറ്റുള്ള എന്തോ ഒരു സാധനമായിരുന്നു. അത് ഞാൻ ചെല്ലുന്ന സമയത്തെ അത് മാറിയിട്ടുണ്ട്, ഹെഡ്സെറ്റില്ല. അപ്പം ഇങ്ങനത്തെ കുറേ ഉപകരണങ്ങൾ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ അരമണിക്കൂർ മുമ്പേ ചെന്നിട്ട് നമ്മളിത് ആദ്യം ഇതിലിതൊക്കെ വരച്ച്, പച്ച, മഞ്ഞ, ചുവപ്പൊക്കെ കളറിൽ ഇതെല്ലാം വരച്ച്, മഞ്ഞയില്ല, മറ്റു കളറിൽ ഇതൊക്കെ വരച്ച് എല്ലാ കാര്യങ്ങളും എഴുതി റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. 6 മണിക്കൂർ സമയം ഒറ്റ ഇരിപ്പിരിക്കുന്നു. നമുക്കൊന്നും ടോയ്ലറ്റിൽ പോകാനും കൂടെ പറ്റാത്ത അവസ്ഥയായി പോകും ചിലത്. എന്താണെന്ന് വെച്ചാൽ പലരും നമ്മുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് അവർ സിഗ്നൽസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഇൻസ്ട്രക്ഷൻസ് വൈകിയാൽ അത് വൈകും. അത് വൈകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം ഒരു ട്രെയിൻ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അടുത്തടുത്ത സ്റ്റേഷൻസാണ്. 5-8 കിലോമീറ്റർ, 7 കിലോമീറ്റർ, 10 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഒരു സ്റ്റേഷനിൽ നിന്ന് വിട്ടാൽ 4-5 മിനിറ്റ് കൊണ്ട് അടുത്ത സ്റ്റേഷൻ്റെ സിഗ്നലിലേക്ക് എത്തും. അതിൻ്റെ ഒരു 2 മിനിറ്റ് മുമ്പ് ഈ സിഗ്നലിൻ്റെ സൈറ്റിംഗ് ഡിസ്റ്റൻസിലെത്തും, കാണാം. അയാൾ കാണുമ്പോൾ ഈ സിഗ്നൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പൊസിഷനിലാണ് അയാളെ കാര്യം ശരിക്കും നടക്കും. അപ്പോൾ ഇത് ഇപ്പോൾ റൺ ത്രൂ പോകേണ്ട ട്രെയിനാണ്. ഈ സിഗ്നൽ ഇപ്പോൾ യെല്ലോ ആണ് അല്ലെങ്കിൽ റെഡാണ്, അയാൾ ബ്രേക്ക് അപ്ലൈ ചെയ്യും. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് സിലിണ്ടേഴ്സാണ്. ഇപ്പോൾ 40 വാഗൺ അല്ലെങ്കിൽ 50 വാഗൺ ഉണ്ടെങ്കിൽ 50 ആ സിലിണ്ടറിലും ബ്രേക്ക് ആപ്ലിക്കേഷൻ വരും. പിന്നീട് ഇത് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഗ്രീൻ കിട്ടിക്കഴിഞ്ഞാലും ഇത് വീണ്ടും
അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറേ ലോസ് വരും സമയം. ഇപ്പോൾ എവറി സെക്കൻഡ് മാറ്റേഴ്സ്. അപ്പോൾ നമ്മളിവിടുന്ന് പോയി ഇപ്പോൾ ഒരു സ്റ്റേഷൻ മാസ്റ്റർ നമ്മൾ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻസ് കിട്ടാതെ അയാൾ തീരുമാനം എടുക്കില്ല. അപ്പോൾ അതാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. മിക്കവാറും എന്തെങ്കിലും ആവശ്യത്തിന് എഴുന്നേൽക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ അതുപോലെ ആരെങ്കിലും ഒരാളെ ഇരുത്തിയിട്ടാണ് നമ്മൾ പോയി പെട്ടെന്ന് തിരിച്ച് വരുന്നതൊക്കെ. ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും ഇവരൊക്കെ വീട്ടിൽ നിന്ന് എനിക്ക് ആഹാരം തന്നു വെച്ചിട്ട് അതേപോലെ തിരിച്ച് കൊണ്ടുവന്ന് ഇഷ്ടംപോലെ തവണ ചായ ഒരുപാട് കുടിക്കും. അപ്പോൾ ചായ അവിടെ കൊണ്ടുതരാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ചില. അത് അൺഒഫീഷ്യലാണ്, റെയിൽവേയുടെ കണക്കിലല്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ ചായ കുടിക്കും, അവിടെ തന്നെ വെക്കും. ചിലപ്പോൾ അത് അങ്ങനെ ഇരുന്ന് തണുത്ത് പോകും. പിന്നെ ഭക്ഷണം കൊണ്ടുപോയാലും സ്പൂണൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ഇതിലിരുന്ന് പെട്ടെന്ന് കഴിച്ച് പാത്രം അടച്ച് വെച്ച് വെക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് BP കൂടും. അതിൻ്റെ എല്ലാ കൺട്രോളേഴ്സിനും ഹൈപ്പർ ടെൻഷനാണ്. എന്താ വെച്ചാൽ ആങ്സൈറ്റി ഉണ്ടാവില്ല എപ്പോഴും. ഇപ്പം ചിലപ്പോൾ നമ്മളിലേക്ക് ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇത്തിരി ഒരു റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് വരുമ്പോൾ അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത, ആ ഇൻഫർമേഷൻ എത്തിക്കാൻ പറ്റാതെ വണ്ടി നിർത്തണ വരെ ഒക്കെ നമ്മൾ വല്ലാണ്ട് ടെൻഷനിലായി. അതെന്നും ഉണ്ടാവും. ഓരോ 6 മണിക്കൂറും സംഭവ ബഹുലമായിരിക്കും. അപ്പോൾ പല തരത്തിലുള്ള, ഇപ്പോൾ ഞാൻ ഈ ആൾ ഇങ്ങനെ സ്ലിപ്പ് ചെയ്തു എന്ന് പറയണ പോലത്തെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ മുകളിൽ കൂടെ കയറി വണ്ടി നിർത്തുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും തല വെച്ചു, ഒക്കെ സംഭവിക്കുന്നതാണ്. ഈ റൺ ഓവർ ആൻഡ് കിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരുന്നത്. അപ്പോൾ എന്താ, അടുത്ത ഏതെങ്കിലും വണ്ടിയിൽ നിർത്തി കയറ്റി കൊണ്ടുപോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി നിൽക്കും. ഇപ്പം നിങ്ങൾ വന്ദേ ഭാരത് 1 മണിക്കൂറോട്ടൊന്നും ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി, ഇപ്പോൾ റെയിൽവേയുടെ നിയമം എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടേ പോകാൻ പാടുള്ളൂ. അത് മാറ്റണമെങ്കിൽ പോലീസ് വരും. ചിലപ്പോൾ ഇത് കാണാതെ പോവും, കണ്ടു കാണില്ലായാലും കണ്ടാൽ നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ചിലപ്പം പല സാധനങ്ങൾ ഇറക്കുന്ന സ്റ്റേഷൻസ് ഉണ്ടാവും, ലോഡ് ചെയ്യുന്ന സ്ഥലം, അവിടെ ടൈം പോകും. ഇപ്പോൾ തിരൂരിൽ നിന്നൊക്കെ ഒരുപാട് വെറ്റില കയറ്റുന്ന സ്ഥലം, ഇപ്പോൾ ഒരേ സ്ഥലത്തുനിന്നും കയറ്റുന്ന, പിന്നെ സ്ഥലത്തുനിന്ന് മീൻ കയറ്റുന്ന സ്ഥലം, അതേപോലെ സാധനങ്ങൾ കൊണ്ട് ഇറക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ താനൂരിൽ നിന്ന് ഒരുപാട് ഫിഷ് പോണ സ്ഥലമാണ്. തലശ്ശേരിയിൽ കയറ്റും. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരേ പോയിൻ്റ് അറിയാം, എന്നെ സ്ഥലത്തുനിന്ന് തന്നെ സാധനങ്ങൾ. ഒരുപാട് അടയ്ക്ക കയറ്റുന്നതാണ് പട്ടാമ്പിയിൽ നിന്ന് അടയ്ക്ക കയറ്റും. അപ്പോൾ അവിടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 4-5 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററും ഇവരും തമ്മിലുള്ള ചില ധാരണയുടെ പുറത്ത് നമ്മളോട് ഇത് മുഴുവൻ പറയില്ല. അത് നമ്മൾ അടുത്ത സ്റ്റേഷനിൽ ഈ വണ്ടി എത്തുന്നു വിചാരിക്കും, നമ്മുടെ കണക്കൂട്ടിൽ തെറ്റിപ്പോയി. ഇങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാവും. പിന്നെ ആക്സിഡൻസ് ഉണ്ടാവാം, പല കോംപ്ലിക്കേഷൻസ്, മരം വീഴാം, സിഗ്നൽ തകരാറാവാം. നല്ല മഴക്കാലം വന്നാൽ സ്ഥിരമായിട്ട് സിഗ്നലുകൾ തകരാറാവും. എല്ലാ മഴക്കാലത്തും ആദ്യത്തെ മഴ തുടങ്ങുന്നത് മരം വീഴുന്നത്, മണ്ണ് ഇടിയുന്നത് ഒക്കെ സ്ഥിരമായിട്ടുള്ളത്. അതൊക്കെ ഈ കൺട്രോളറുടെ ടെൻഷൻ കൂട്ടുന്നത്. ഇടി വെട്ടിയാൽ സിഗ്നൽ ഫെയിലാവും. ഈ പുതിയ സിഗ്നലുകൾ വന്നിട്ടില്ലേ, പഴയ സിഗ്നൽ മാറ്റിയിട്ട് പുതിയ സിഗ്നൽ സംവിധാനത്തിൻ്റെ റിലേയൊക്കെ പോവും. അത് പോവാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല സ്ഥലത്തും ഇതൊക്കെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ക്ലൈമറ്റിൽ വരുന്ന മാറ്റം, അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ കാലാവസ്ഥാ വകുപ്പിൻ്റെ മെസ്സേജുകൾ വരുമ്പോൾ അത് നമ്മൾ സ്റ്റേഷനെ അറിയിക്കുന്നത് ആ കൺട്രോളറാണ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് വരും, എന്താ ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നൊക്കെ പറയുന്നത് നമുക്കാണ് വരുന്നത്. അത് നമ്മൾ അറിയിക്കണം സ്റ്റേഷനുകളെ വിളിച്ച്. അപ്പോൾ അതിന് ഓരോ സ്റ്റേഷനിലും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മഴ വരുന്നുണ്ട്. ഇതേപോലെ ഒരുവിധം കമ്മ്യൂണിക്കേഷനൊക്കെ
ഒക്കെ സ്റ്റേഷനുകളിലേക്ക് അറിയിക്കുന്നത്, അവിടെയുള്ള സംഭവങ്ങൾ ഇങ്ങോട്ട് അറിയിക്കുന്നത്, സ്റ്റേഷനുകളിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മളിലേക്ക് വരുന്നു. നോർമൽ ട്രെയിൻ ഓടിക്കുന്ന അല്ലാതെ കുറേ കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഈ പറഞ്ഞ ഗുഡ്സിൻ്റെ പ്രശ്നങ്ങൾ, ഗുഡ്സിൽ സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ എൻജിൻ പോകേണ്ടത്, ഡ്രൈവർക്ക് സമയമായി വേറെ ഡ്രൈവർ വേണമെന്ന്. അപ്പോൾ അടുത്തിടയ്ക്ക് യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ഇവിടെ വാളയാർ സ്റ്റേഷനിൽ നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങിപ്പോയി. ഡ്രൈവർക്ക് 10 മണിക്കൂറാണ് സമയം ആ സമയം വാളയാർ എത്തിയപ്പോൾ ആയി. എൻ്റെ സമയം കഴിഞ്ഞു. വണ്ടി എന്തോ കാരണം വെച്ചാൽ ലേറ്റായിട്ട് വരികയാണ്. അപ്പോൾ ഇദ്ദേഹം മുമ്പേ പറഞ്ഞിരുന്നു 10 മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാൾ ഡ്യൂട്ടി ചെയ്ത് ഇയാൾക്ക് എന്തെങ്കിലും പഴവ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ റെയിൽവേ പിരിച്ചുവിടുകയാണ്. ഒരു റെഡ് സിഗ്നൽ പാസ് ചെയ്താൽ റെയിൽവേയുടെ നിയമം അയാളെ പിരിച്ചുവിടുകയാണ്. അപ്പോൾ അയാൾ പിന്നെ റിസ്ക് എടുത്ത് പോകില്ല. എൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ ഇറങ്ങി. സാധാരണ ഡ്രൈവർമാർ അടുത്ത പാലക്കാട് വരെ പോകും, അവിടെ വേറൊരു ഡ്രൈവറാണ്. ഇദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് നിയമം അനുസരിച്ച് വേറൊരു ഡ്രൈവറെ ഇവർ എങ്ങനെയോ കൊണ്ടുപോയി 2.5 മണിക്കൂർ നേരിട്ട് കഴിഞ്ഞാണ് വണ്ടി കൊണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ടുണ്ടാവും. അതൊരു ഡ്രൈവർമാരുടെ കുറ്റമല്ല, എന്നാൽ വേണ്ടത്ര ആളില്ല. ഗാർഡ്സ്, ഡ്രൈവേഴ്സൊക്കെ കുറവാണ്. സ്റ്റേഷൻ മാസ്റ്റേഴ്സ് കുറവാണ്. ചില സ്റ്റേഷൻ മാസ്റ്റേഴ്സൊക്കെ 10-24 മണിക്കൂറൊക്കെ അടുപ്പിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രശ്നവും വരുന്നത് കൺട്രോളിലേക്കായിരിക്കും. അതിനുള്ള തീരുമാനങ്ങൾ മുകളിൽ നിന്ന് എടുത്താലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നമ്മളായിരിക്കും. ചിലതൊക്കെ വളരെ നമുക്കൊക്കെ വല്ലാത്ത മനപ്രയാസം ഉണ്ടാക്കുന്നതായിരിക്കും.